അമേരിക്കയുമായി ഇസ്രായേൽ തെറ്റിപ്പിരിയുകയാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൊവ്വാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശിയുമായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനും നടത്തിയ കൂടിക്കാഴ്ച ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തി എന്നുള്ളതാണ്. MBSുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് സൗദി അറേബ്യയ്ക്ക് അവരുടെ നൂതന യുദ്ധവിമാനം നൽകുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ ഇസ്രായേലിൻ്റെ ആശങ്കകൾ ന്യായമാണ് എന്നാണ് ലോകമാധ്യമങ്ങൾ പറയുന്നത്. ട്രംപ് സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകുന്നു. ഇത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും. US-ൻ്റെ ഈ നീക്കത്തെ ഇസ്രായേൽ എതിർത്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള യുദ്ധവിമാന കരാർ ഇസ്രായേലിൻ്റെ വ്യോമസേനയെ ദോഷകരമായി ബാധിക്കുമെന്ന് ഇസ്രായേൽ സൈന്യമായിട്ടുള്ള IDFും പറയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സർക്കാരിന് സമർപ്പിച്ച ഔപചാരിക നിലപാട് പത്രികയിൽ യുദ്ധവിമാന ഇടപാടിൽ ഇസ്രായേൽ വ്യോമസേന എതിർപ്പുന്നയിച്ചിട്ടുണ്ടെന്ന് ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സൗദി അറേബ്യയുമായിട്ടുള്ള F-35 യുദ്ധവിമാന കരാറിന് പിന്നാലെ അമേരിക്കയ്ക്കെതിരെ ഇസ്രായേൽ ആഞ്ഞടിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾക്കായി ട്രംപും സൗദി കിരീടാവകാശിയും തമ്മിൽ കരാറിലെത്തിയിരുന്നു. ഈ കരാറിന് ശേഷവും സൗദി അറേബ്യയ്ക്ക് ആദ്യത്തെ ജെറ്റ് ലഭിക്കാൻ കുറഞ്ഞത് 7 വർഷമെങ്കിലും എടുക്കും. ലഭിച്ച വിവരങ്ങളനുസരിച്ച് സൗദി അറേബ്യ US-ൽ നിന്ന് ഏകദേശം 48 ഫൈറ്റർ ജെറ്റുകളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. IDF രേഖപ്രകാരം F-35 വിൽക്കുന്നതിനെ ഇസ്രായേലി സേന എതിർത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഈ നൂതന സ്റ്റെൽത്ത് ജെറ്റ് ലഭിച്ചാൽ ഇസ്രായേലിൻ്റെ വ്യോമസേന ദുർബലമാകുമെന്ന് രേഖയിൽ പറയുന്നു. ഇസ്രായേൽ വളരെ കാലമായി ഇത് പറഞ്ഞു വരികയായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ള സൈനികാധിപത്യം നിലനിർത്താൻ ഏറ്റവും നൂതനമായിട്ടുള്ള ജെറ്റ് സ്വന്തമാക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. ഇതിനായി അവർ US-ഉമായും ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. നേരത്തെ തുർക്കിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഉൾപ്പെടെയുള്ള മറ്റ് അയൽ രാജ്യങ്ങൾ F-35 വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ഇസ്രായേൽ US-ൽ സമ്മർദ്ദം കരാർ നിർത്തിവയ്പ്പിച്ചിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഇടപാടിനെക്കുറിച്ച് US ഇന്റലിജൻസ് പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും ആശങ്കയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.